അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു. എന്നാൽ അതിൽ ആർക്കും പരിക്കില്ല. അതിലെന്താണ് ഇത്ര പ്രാധാന്യമെന്നല്ലേ? അതിൽ പ്രാധാന്യമുണ്ട്. ഏകദേശം 10,000 മുതൽ 12,000 വർഷങ്ങൾ പഴക്കമുള്ള എത്യോപ്യയിലെ ഹെയ്ലി ഗുബ്ബി ഷീൽഡ് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. അതും ആദ്യമായി. ജനവാസ മേഖല അല്ലാത്തതുകൊണ്ട് മാത്രം ഒഴിഞ്ഞുപോയത് വൻ ദുരന്തമാണ്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനു പിന്നാലെയുണ്ടായ വ്യാപകമായ പൊടിപടലങ്ങൾ എത്യോപ്യയിൽ നിറഞ്ഞു നിന്നു. അത് പിന്നീട് ചെങ്കടലിലൂടെ ഇന്ത്യയിലേക്കും വ്യാപിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 25,000 മുതൽ 45,000 അടി വരെ ഉയരത്തിൽ പൊടിപടലങ്ങൾ ഇന്ത്യയുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹരിയാന, ഡൽഹി മേഖലകളിലെ ആകാശത്തെ ബാധിച്ചു. ഇത്തരമൊരു അസാധാരണ സാഹചര്യത്തെ തുടർന്ന് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അലേർട്ട് പുറപ്പെടുവിച്ചു. അഗ്നിപർവ്വത ഭസ്മം ജെറ്റ് എഞ്ചിനുകളിൽ ഗുരുതരമായ കേടുകൾ വരുത്താനിടയുള്ളതിനാൽ എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ് എയർ, KLM എന്നിവ ഉൾപ്പെടെ നിരവധി എയർലൈൻസുകളുടെ ഏറെ വിമാനങ്ങൾ റദ്ദാക്കുകയും താമസിക്കുകയും ചെയ്തു. ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് സർവീസ് നടത്തുന്ന ആംസ്റ്റർഡാം ഡൽഹി റൂട്ടിലുള്ള വിമാനം ഉൾപ്പെടെ നിരവധി ദീർഘദൂര സർവീസുകളെയാണ് ഇത് സാരമായി ബാധിച്ചത്.